ആരടി ഇത് തുറന്നിട്ടിരിക്കുന്നത്? വെള്ളത്തിന് തീ വിലയാണ്. പ്രശാന്തേട്ടാ, അടച്ചടച്ച് നിങ്ങൾ ആ പൈപ്പ് പൊട്ടിക്കോ? നാളെ വേണ്ടതാ. എടാ അരി, ഓരോ തുള്ളി വെള്ളത്തിലും 1000 പണം ജോലിയാണ്. വെള്ളക്കരത്തിന്റെ കാര്യം നിനക്കറിയില്ലേ? നീ ആ മീറ്റർ നോക്ക്, ഈ മാസത്തെ ബില്ല് എത്ര വരുന്ന അറിയാം. ഞാൻ നോക്കട്ടെ. ഇതെന്താ ഏട്ടാ, ഫാനോ? 660-ലാണല്ലോ കറക്കം. കറങ്ങണല്ലേ? എടാ, വെള്ളക്കരത്തിന്റെ ബില്ല് കിട്ടുമ്പോ ജനത്തിന്റെ തല കറങ്ങുന്ന ഇപ്പൊ ഇങ്ങനെ. അല്ല ഏട്ടാ, 1 ലിറ്ററിന് 1 പൈസ അല്ലേ കൂട്ടുള്ളൂ? അതത്ര കൂട്ടലാണോ? കൂട്ടലല്ലേ? എടാ, ഓരോ 1000 ലിറ്ററിനും 10 രൂപ കൂട്ടിയിട്ടുള്ളൂ. കേൾക്കുമ്പോൾ നിസ്സാരമാണ്. അതായത് 5000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് 22 രൂപയായിരുന്നു, അതിപ്പോൾ 72 രൂപയായി. 15000 ലിറ്റർ ഉപയോഗിക്കുന്നവർക്ക് 72 രൂപയായിരുന്നു. എത്ര ആയെന്നറിയോ? 221 രൂപയായി. അപ്പോൾ നിസ്സാരമാണോ? നിസ്സാരമല്ല ഏട്ടാ. അല്ല, UDF ഭരണ കാലത്ത് ചാർജ് കൂട്ടിയപ്പോ ഇപ്പൊ ചാർജ് കൂട്ടിയവർ എന്തോ പറഞ്ഞിരുന്നല്ലോ, ഒന്ന് ഓർത്തു നോക്കിയേ. ഞങ്ങൾ പറയുന്നത് ഈ വർധനവ് അംഗീകരിച്ച് അതനുസരിച്ച് വർധനവ് സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകരുത് എന്ന് തന്നെയാണ്. അത്തരമൊരു സമരമുറയാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. നല്ല തമാശ. ഇവരുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ ബില്ലടച്ചായിരുന്നു കട്ട് ചെയ്തോണ്ട് പോകും. സാരി, വെള്ളത്തിന്റെ ബില്ലാണ്, തുറന്നു നോക്കല്, ബോധം പോവും. ഇവിടെ മുഖത്ത് കളിക്കാൻ പോലും വെള്ളം പാഴാക്കായില്ല. ചേട്ടാ, കറണ്ട് ബില്ലും വന്നിട്ടുണ്ട്. എന്റെ ബോധം കളയൂ. കറണ്ട് ചാർജ് കൂട്ടിയതിനു ശേഷമുള്ള ആദ്യത്തെ ബില്ലാണ്. 10 രൂപ മുതൽ 200 രൂപയാണ് കൂട്ടിയത്. നാട്ടുകാർക്കെല്ലാം ബില്ല് വന്നിട്ടുണ്ട്, നമുക്ക് വന്നിട്ടുണ്ട്. 800 രൂപയായിരുന്ന ബില്ല് ഇതാ ഇപ്പൊ 2000 രൂപയോളം ആയിട്ടുണ്ട്. ഇതിന് പുറമെ എല്ലാ മാസവും യൂണിറ്റിന് 19 പൈസ വെച്ച് സർചാർജ് ഉണ്ടല്ലോ. ഈ ബില്ലെല്ലാം കണ്ട് എന്റെ തല ചൂടാവേ. ചേട്ടൻ വാ, തലയ്ക്ക് ഒന്നാണ് കേട്ടോ, ജ്യൂസ് കുടിച്ചിട്ടാ. എന്നാ പോയിക്കാം. ചേട്ടാ, ഈ വെള്ളവും കറണ്ടും ഒരുപോലെ വേണ്ടവരാണ് ജ്യൂസ് കടക്കാർ. അവർ ഈ ബില്ലുകളൊക്കെ കണ്ടേ കണ്ണുകളിൽ ഇരിക്കുക. ഇതല്ലാതെ ചേട്ടാ, 2 ജ്യൂസ്, ഒരു ഓറഞ്ച്, ഒരു പൈനാപ്പിൾ. ബില്ല് കൂടുതലാണ്. 600, 700 ഒക്കെ ഇരുന്ന് ഇപ്പോൾ 900 രൂപയായി. ആ ഒരു വ്യത്യാസം നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചുള്ള. കറണ്ടും അതുപോലെയാണ്. കറണ്ട് നമ്മൾ എത്ര ഉപയോഗിക്കും, മിക്സി എത്ര വർക്ക് ചെയ്യും, അതനുസരിച്ച് യൂണിറ്റ് കൂടും. അപ്പോൾ ബില്ലും വ്യത്യാസം വരും. ഫ്രീസറുണ്ട്, പക്ഷേ അത് ഒരു മിനിമം ഇതുള്ളേ ഉള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ ഓഫ് ചെയ്തിട്ടിട്ട് വരുമ്പോൾ കറണ്ടിന് യൂണിറ്റ് കുറയും. ഒന്നാമത്തത് കറണ്ട്, അത് കൂളർ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ചാർജ് കൂടും. അതനുസരിച്ച് ഒഴിവാക്കിയതാണ്. ഫ്രൂട്ട്സ് വില കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂട്ടാണ്ടി വരും. മറ്റേത് ഈ കറണ്ട് ചാർജ് കൂടിയെന്ന് പറഞ്ഞ് ചാർജ് കൂട്ടാൻ പറ്റില്ല. പഴയ റേറ്റിൽ തന്നെ പോകേണ്ടി വരും. 2023 ഒരു ആവറേജ് വലിയ നേട്ടങ്ങളൊന്നും ഇല്ലാത്തൊരു 2023. അത് കേട്ടില്ലേ? 2023 എല്ലാവരുടെയും കീച്ച കയറിയ വർഷമാണ്. ഇനി 2024 അതിനും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് മെയ് മാസം വരെ വലിയ കൂട്ടലും കുടിക്കലും ഒന്നും ഉണ്ടാവില്ല. അത്ര തന്നെ. ക്യാമറമാൻ പ്രവീൺ ദാസിനും ഹരികൃഷ്ണനും ഒപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.